ഒരു സ്വപ്നം തന്നെയായിരുന്നു. ആദ്യമേ തന്നെ കായിക പ്രേമികളായിട്ടുള്ള അല്ലെങ്കിൽ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരാണ് നമുക്കിന്ന് ചുറ്റും കൂടിയിട്ടുള്ളത്. നിങ്ങളെവരും ഈ ഒരു ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഒരുപാട് പേരുടെ ഒരുപാട് നാട്ടിൻപുറങ്ങളിലുള്ള ഒരുപാട് പേരുടെ സ്വപ്നമാണ് കളിക്കാനൊരു കളിക്കളം എന്നുള്ളത്. പണ്ടത്തെ ആ ഒരു കാലഘട്ടം ഇപ്പോഴത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ അതൊക്കെ ഓർമ്മയിൽ മാത്രമായിട്ട് ഇങ്ങനെ ശേഷിക്കുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ ഒരു വെക്കേഷൻ ആയി കഴിഞ്ഞാൽ പാടത്തും പറമ്പിലും തോടുകളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ കളിച്ച് ഉല്ലസിച്ചിരുന്ന ഒരു ബാല്യമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും. പക്ഷെ ഇന്ന് വെച്ചാൽ ഗെയിമിലും അല്ലെങ്കിൽ ടി വിയിലും മാത്രമായിട്ട് ഒതുങ്ങി നിന്ന് പോകുന്ന ഒരു ബാല്യമാണ്. ഇത്തരത്തിലൊരു പട്ട മെഡൽ കൊണ്ട് ഒരു ബാറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു റബ്ബർ ബോൾ കൊണ്ട് തെങ്ങിൻ തോപ്പിലാണെങ്കിലും കളിച്ചിരുന്ന രസമുള്ള ഒരു ബാല്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് മിസ്സാവുന്നത് അത് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാവരും ലഹരിക്കെതിരെ പോരാടണം എന്ന് പറയും. പക്ഷെ അതിനുള്ള ഒരു പോംവഴി എന്താണെന്നുള്ള പല സ്ഥലങ്ങളിലും കിട്ടാറില്ല. അതിപ്പോൾ ഏത് രീതിയിലുള്ളത് നോക്കി കഴിഞ്ഞാലും അതിനുള്ള പോംവഴിയായിട്ട് പലരും നോക്കുന്നത് ഒരു കളിക്കളമാണ്. പല സ്ഥലങ്ങളും യൂത്ത് ആവശ്യപ്പെടുന്നതും ഇതൊക്കെ തന്നെയാണ്. കളിക്കാനായിട്ടൊരു സ്ഥലം, ഒരു ഗ്രൗണ്ട്, അതാണ് എവിടെയും മിസ്സായി കൊണ്ട് നിൽക്കുന്നത്. ശരിക്കും സ്ഥാനാർത്ഥികളുടെ മുന്നിലേക്ക് വെക്കുന്ന ആദ്യത്തെ അപേക്ഷകളൊന്നായിട്ട് ഈ ഒരു ഗ്രൗണ്ട്, നാട്ടിൽ ഒരു ഗ്രൗണ്ട് എന്നുള്ളത് മാറി കഴിഞ്ഞിട്ട് നാട് കുറച്ചായാലും. സോ ഇങ്ങനെയുള്ള ഒരു സമയത്താണ് ഒരു നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടി ലക്ഷ്യ ഒരു ടീമും അതിലുള്ള ഒരുപാട് പ്രവർത്തകരും കൂടി ഒരു കളിക്കാനായിട്ടൊരു ക്രിക്കറ്റ് നെറ്റ്സ് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ അവരുടെ ഒരു സ്വപ്നമായിരുന്നു. ആ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ടുള്ള ഒരുപാട് പേര് നമുക്കൊപ്പമുണ്ട്. ലക്ഷ്യയുടെ എല്ലാ ടീം മെമ്പേഴ്സും ആദ്യമേ തന്നെ അതിനൊരു നല്ലൊരു കയ്യടി നമുക്ക് അവിടെ പോകും. ഈ ഒരു ചടങ്ങിന്റെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ലക്ഷ്യ ടീമിൽ നിന്നും അനുഗ്രഹനെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിൽക്കുന്നത് സ്വാഗതം പറയാനാണ്. അതുവഴി ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാ പ്രസിദ്ധനായ ചെങ്കാൽ കരമരമാരുടെ പ്രസിദ്ധനായ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ PTA അധ്യക്ഷനായ ആൻഡി മാഷിനെ എനിക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആൻഡി മാഷ പോലെ മിക്സ് മാഷ് എന്ന് നടക്കുന്നവരുള്ള ആളാണ്. നമ്മളോട് ഡെയിലി കാണാറുണ്ട്. നമുക്ക് ഒരുപാട് സപ്പോർട്ട് വരാറുണ്ട്. ആടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുറച്ച് മുമ്പേ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുള്ള ആൻഡി ചേട്ടൻ, ജിജി ചേട്ടൻ, ദിനേശ് ചേട്ടൻ, അങ്ങനെ കുറച്ച് ആൾക്കാരെ, മണിച്ചേട്ടൻ, കുറച്ച് ആൾക്കാരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മളെ ഓരോരുത്തരും സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്ത് നമ്മുടെ ഒരു വ്യത്യാസമില്ലാണ്ട് നമ്മുടെ മാരെ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫുട്ബോളിൽ കൊണ്ട് തൊട്ടപ്പുറത്ത് വെക്കേഷനിൽ അവരെല്ലാവരും സ്വാഗതം ചെയ്യും. അടുത്തായിട്ട് അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷനായിട്ട് നമ്മളോടൊപ്പം വന്നിട്ടുള്ള സെന്റ് മേരീസ് സ്കൂൾ ടീച്ചറായിട്ടുള്ള ആൻഡു മാഷാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ മാഷ്മാരെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൈൻഡ് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഒരുപാട് പേര് അല്ലെങ്കിൽ ഇവിടെയുള്ളവരും ഇതിലപ്പുറത്തുള്ള ഒരുപാട് പേര് ഇപ്പോഴും സ്നേഹത്തോടു കൂടി തന്നെ ആൻഡു മാഷിന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് അത്രയും ആള് വ്യക്തിപരമായിട്ട് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികളുടെ മനസ്സിൽ തന്നെയാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കളിക്കുന്നതിന് വേണ്ടി തന്നെ പറയുമ്പോഴാണെങ്കിൽ ചെങ്ങന്നൂർ ടീമിന് ഒരു നല്ല രീതിയിൽ ആൻഡു മാഷ് എന്നുള്ളൊരു പേര് പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. സോ എത്രയും സ്നേഹത്തോടു കൂടി തന്നെ ഇത് അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ആൻഡു മാഷിനെ സ്വാഗതം. അതുപോലെ ഡീസലക്ഷൻ, അതുപോലെ ലക്ഷ്യ ക്ലബിൻ്റെ ഭാരവാഹികൾ, അതുപോലെ മാഷ്, ഇവിടെ ഗ്രൗണ്ടിൽ മുന്നിൽ കളിച്ചിട്ടുള്ള ഇപ്പോഴും കളി തുറന്നുകൊണ്ടിരിക്കുന്ന ആന്റണി, അതുപോലെ ജിജി, അതുപോലെ ഈ ലക്ഷ്യ ക്ലബിൻ്റെ ഭാരവാഹികൾ, അതുപോലെ ലക്ഷ്യ ക്ലബ് അംഗങ്ങൾ, അതുപോലെ നിങ്ങളുടെയൊക്കെ ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിയിട്ടുള്ള അതിഥേകാംക്ഷികൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ തുടങ്ങിയത് 1956 എനിക്ക് സമാഷ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ SSLC കഴിഞ്ഞ സമയത്താണ് ഈ ഗ്രൗണ്ടിൽ ആദ്യമായിട്ട് കളിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അന്ന് മുരിക്കിൻ്റെ ബാറ്റാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അന്ന് അതിക്ക് മുൻപ് എനിക്ക് തോന്നുന്നു ഒരു 2-3 കൊല്ലം മുൻപ് ഞങ്ങളെ കുറച്ചുകൂടി സീനിയറായിട്ടുള്ള ചേട്ടന്മാർ ഇവിടെ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വന്നിരുന്നു ഞങ്ങൾ കാണാറുണ്ട്. ബാറ്റും ബോളും സ്റ്റിച്ച് ബോൾക്കൊക്കെ അന്ന് അവർ പ്രാക്ടീസ് ചെയ്തിരുന്നത്. പക്ഷെ അവർ സ്ഥിരമായിട്ടുള്ള ഇവിടുത്തെ കളിക്കാരല്ലായിരുന്നു. 86 ശേഷമാണ് റെഗുലറായിട്ട് ഈ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അന്ന് തൊട്ടുള്ള അതിനുശേഷം കുറേ പേര് ഈ പ്രദേശത്തുള്ള ചെങ്ങാലൂർ ഭാഗത്തുള്ള ഒരുപാട് പേര് ഈ ഗ്രൗണ്ടിൽ വന്ന് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ക്ലബ്ബ് ചെങ്ങാലൂർ CCC എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഞങ്ങൾ രൂപീകരിക്കുകയും അന്ന് തൊട്ടുള്ള ആഗ്രഹമാണ് ഈ പറയുന്ന പോലെ ഇതുപോലെയുള്ളൊരു ക്രിക്കറ്റ് നെറ്റ്സ് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളത്. പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥ്യമായത് ഏകദേശം 40 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പം അത് യാഥാർത്ഥ്യമാകുന്നത്.
അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് ലക്ഷ്യ ക്രിക്കറ്റ് ക്ലബ്ബ്, ചെങ്ങാലൂരിലുള്ള തന്നെ ലക്ഷ്യ ക്രിക്കറ്റ് ക്ലബ്ബ് ആണ്. അപ്പോൾ ഒരുപാട് പേര് ചെങ്ങാലൂരുള്ളവർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്ത് ഈ പുതുക്കാട് മണ്ഡലത്തിൽ വരുന്ന വരന്തരപ്പള്ളി, അളഗപ്പ, അതുപോലെ മുക്ലിയം, പുതുക്കാട് ഈ ഭാഗത്തുനിന്നുള്ള ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇവിടെ വരുന്നത്. ആ വരുന്നതാണ് ഇതിൻ്റെ കാര്യം. ചെങ്ങാലൂരുള്ള ആൾക്കാർ മാത്രമായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ ഒരുപാട് പേര് പുറത്തുനിന്നും കൂടി വന്നു ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ. അപ്പോൾ അവരുടെയൊക്കെ സംഭാവന ഇതിലുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഈ ചിലവുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് സ്പോൺസർമാരുണ്ടായിരിക്കും. അപ്പോൾ അവരെയും വളരെ നന്ദിയോടെ ഓർക്കുന്നു. എന്തായാലും ഇത് ചെങ്ങാലൂരിനൊരു മുതൽക്കൂട്ടാണ്. ചെങ്ങാലൂരിലെ സ്കൂളിനും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള വളർന്നു വരുന്ന ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന കായിക താരങ്ങൾക്കൊക്കെ ഒരു അവസരമാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, നമ്മുടെ സ്കൂളിനെ പ്രതികരിച്ച് ഒരു കുട്ടി സ്റ്റേറ്റ് വിൻ ചെയ്ത തൃശ്ശൂർ ജില്ലാ ടീമിൽ അംഗമായിരുന്നു നമ്മുടെ സ്കൂളിലെ ഒരു പെൺകുട്ടി. അവൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോയിരുന്നത് കൊടകര ഗ്രൗണ്ടിലാണ്. അവിടെ നെറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് അവൾ പോയിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി ഒരുപാട് കുട്ടികൾക്ക് ഉള്ള അവസരങ്ങളാണ് നിങ്ങൾ തുറന്നു തന്നത്. അപ്പോൾ അതിന് ഈ ലക്ഷ്യ ക്ലബിൻ്റെ ഭാരവാഹികൾക്കും അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. സ്കൂളിൻ്റെ പേരിലും പള്ളിയുടെ പേരിലും ഈ നാടിൻ്റെ പേരിലും ലക്ഷ്യ ക്ലബിനോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലുള്ളവരൊപ്പം കളിക്കുകയും എന്നാൽ ഇപ്പോഴും പുതിയ യുവാക്കളുടെ ഒപ്പം കളിക്കുകയും അവരുടെ കളി കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരുപാട് യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ജനതാ ക്രിക്കറ്റ് ക്ലബിന്റെ സുബേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ സുബേട്ടന്റെ നേതൃത്വത്തിൽ ഈ അടുത്ത് നമുക്കൊക്കെ അറിയാം, നമ്മൾ ചിമ്മിനി ഡാമിന്റെ ഭാഗത്തായിട്ട് ഒരു ഗ്രൗണ്ട് കളിക്കാനായിട്ട് ഒരു സ്ഥലം ഇല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. സോ ആ ഒരു ഭാഗത്ത് അവിടെ നിന്ന് അനുമതി നേടുകയും അതിനുശേഷം അവിടെ കളിക്കാനായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ പിച്ചൊക്കെ ഉണ്ടാക്കി കാടൊക്കെ വെട്ടി കളിച്ച് എല്ലാം മനോഹരമായിട്ടുള്ളൊരു ഗ്രൗണ്ട് ആക്കിയതിനു ശേഷം കളി തുടങ്ങുന്ന സമയത്താണ് അപ്പുറത്ത് വേറൊരു 11 കാട്ടാനക്കൂട്ടമായിട്ട് വന്നത്. അവരൊപ്പം മാച്ച് കളിക്കേണ്ട ഒരു അവസ്ഥ വന്നതും അവിടുന്ന് ഒരുപാട് പേര് ഓടിയതും പോലീസും ഫോറസ്റ്റൊക്കെ വന്ന ഒരു കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു കളിക്കാനായിട്ട് രാവിലെ സമയം അല്ലെങ്കിൽ വൈകിട്ട് സമയം കളിക്കാനായിട്ട് ഇത്രയധികം എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറാണ്. പക്ഷെ അത് ഇന്ന് ഈ നിലവിൽ ഈ ഒരു ഭാഗങ്ങൾ എവിടെയെങ്കിലും ഇത്തരത്തിൽ കളി നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ചെങ്ങാലൂർ ഗ്രൗണ്ടിൽ മാത്രമാണ്. സോ അതിന് ഒരു മുതൽക്കൂട്ട് കൂടി ആവട്ടെ ഈ ഒരു ക്രിക്കറ്റ് നെറ്റ്സ് എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. സോ അതിനായിട്ട് എത്രയും സ്നേഹത്തോടു കൂടി തന്നെ കർമ്മലമാതാ ദേവാലയം ചെങ്ങാലൂരിലെ ഗ്ലെസിൻ വ്യൂസ് എന്ന കൊച്ചിനെ ക്ഷണിക്കുന്നു. 2 വാക്ക് സംസാരിക്കും. അതിനുശേഷം നമുക്ക് വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടും ഈ ഒരു നെറ്റ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. ലക്ഷ്യ ക്രിക്കറ്റ് ക്ലബിന് എല്ലാവിധ ആശംസകളും. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ ഇങ്ങനൊരു ഉദ്യമം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം. പക്ഷെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അവർക്കൊരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിക്കുന്ന ആ വലിയ മനസ്സ്, അത് വളരെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ വളരെ റെയറായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ നിങ്ങളത് ഈ ഒരു ആ ഒരു തുറവിയും ആ ഒരു മറ്റുള്ളവർ പങ്കുവയ്ക്കാനുള്ള ആ സ്നേഹത്തിൻ്റെ ആ ഒരു അത് നിങ്ങൾ കാണിച്ചതിന് ഒത്തിരി നന്ദി പറയാം. പിന്നെ നിങ്ങൾ കരുതുന്ന ഈ നാട്ടിലുള്ള കുട്ടികളെ കരുതുന്ന നിങ്ങളെ കരുതൽ അതൊക്കെ വലുതാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ക്രിക്കറ്റിൻ്റെ ആ ഒരു ഉത്ഭവമൊക്കെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആയിട്ട് അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ കപിൽ ദേവിൻ്റെ ഒരു സിനിമ നിങ്ങൾ കണ്ടു കാണിക്കും. അത് അന്നത്തെ പ്രധാനമന്ത്രി ഈ ക്രിക്കറ്റ് ഒത്തിരി പ്രോത്സാഹിപ്പിക്കാൻ കാരണം അന്നുണ്ടായിരുന്ന വർഗീയ കലാപത്തെ നിയന്ത്രിക്കാനായിട്ട് ഒരു ഉപാധിയായിട്ട് അദ്ദേഹം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്രിക്കറ്റ് അതൊരു ഇന്ത്യയുടെ ജീവനായിട്ട് എല്ലാവരും എത്തിക്കുകയും അങ്ങനെ ആ ഒരു വർഗീയത അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ചിന്താഗതി മാറ്റാനായിട്ടും അങ്ങനെ അവരുടെ മൈൻഡ് ഒരു പോസിറ്റീവായിട്ട് ഡൈവേർട്ട് ചെയ്യാനും അങ്ങനെ ആ വർഗീയതയിൽ കുറച്ചെങ്കിലും ഒരു അയവ് വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റിന് ആ ക്രിക്കറ്റ് ആ വേൾഡ് കപ്പിൽ ആ ആൾക്കാരുടെ ആവേശമൊക്കെയാണ്.
അപ്പോൾ ക്രിക്കറ്റിന് അതിൻ്റെതായ എല്ലാ ഗെയിംസിലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാനുവലായിട്ടുള്ള ഈ കളികൾ, ഇങ്ങനെയുള്ള കളികൾ കുറഞ്ഞായിട്ട് എല്ലാവരും മൊബൈലിലുള്ള കളികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കുട്ടികളിൽ തന്നെ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം നമ്മൾ ഈ എനർജികൾ ഒരിക്കലും ഡൈവേർട്ട് ചെയ്ത് വിടുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒത്തിരി എനർജി ഉണ്ട്. ആ എനർജി ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ ഗെയിംസ്. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ഈ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഈ ചെങ്ങാലൂർ ഈ ഏരിയയെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ആ എനർജി ലെവലിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും കുട്ടികളെ വേറൊരു തെറ്റായ രീതിയിലേക്ക് പോകാതെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും അങ്ങനെ ഒരു നവീകരണം ഇതിലൂടെ സാധ്യമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ കാണിച്ച ഈ വലിയ മനസ്സിനെ ഈ സമൂഹത്തിൻ്റെ ഈ ഒരു ഏരിയ അറ്റ്ലീസ്റ്റ് നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത് ഈ ഒരു ചെറിയ നെറ്റ്സ് നൽകിക്കൊണ്ട് നിങ്ങൾ കാണിച്ച വലിയ മനസ്സ് ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വലിയൊരു കാര്യമാണ്. നിങ്ങൾ നിസ്സാരമായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങളിത് വലിയൊരു കാര്യമാണ് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്. കുട്ടികൾക്ക് നല്ലൊരു കളിക്കാനും അവർ വേറെ തരത്തിലൊന്നും പോകാതെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാനായിട്ട് ആ ഒരു ബോധം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ പ്രവൃത്തിയിലൂടെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചതിന് ഒത്തിരി നന്ദി. ഇനിയും നിങ്ങൾ ഇതുപോലെയുള്ള ഒത്തിരി കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ഈ സമൂഹത്തിനും ഈ ചെങ്ങാലൂർ ഏരിയയിലെല്ലാം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇനിയും സാധിക്കട്ടെ. അതിനുള്ള ചിന്തകൾ നിങ്ങൾ ഉണരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വികാരിച്ചൻ്റെ പേരിലും ഈ വകയിലുള്ള എല്ലാവരുടെ ഈ ഏരിയയിലുള്ള എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ വലിയ കളിക്കാരനൊന്നുമല്ല, ക്രിക്കറ്റ് ഞാൻ അങ്ങനെ കളിച്ചിട്ടില്ല. സെമിനാരിയിൽ നമ്മൾ കളിക്കുന്നത് ബാസ്കറ്റും വോളിയും ഷട്ടിലൊക്കെയാണ്. ക്രിക്കറ്റ് കളിക്കാറില്ല, കളി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒട്ടും അറിയില്ല. പിന്നെ അച്ഛനെ പിന്നെയും കുറച്ചിങ്ങനെയൊക്കെ അറിയാം. പിന്നെ ബാറ്റ് പിടിക്കാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്യാം. താങ്ക് യു. സെമിനാരി വന്ന ശേഷം ഞാൻ ഒരു ഫുട്ബോൾ പ്ലെയറായി പറയുന്നത് സെമിനാരിയുടെ ഫോർവേഡ് കളിക്കാരനാണ്. അതുപോലെ ബാസ്കറ്റ് ഞാൻ കളിക്കും, ഷട്ടിൽ കളിക്കും, വോളിബോളും ക്രിക്കറ്റും അത്യാവശ്യം കളിച്ചു പോകും. അങ്ങനെ എല്ലാ കളിയെയും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ രാവിലത്തെ രണ്ടാമത്തെ കുർബാനയ്ക്ക് ഓഫീസർ കഴിഞ്ഞു വന്ന് രണ്ടാമത്തെ കുർബാനയ്ക്ക് വരുമ്പോൾ കുർബാന കൊടുക്കാനായിട്ട് വരും. ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനപ്പോൾ ആ മേളിൽ നിന്ന് ഇങ്ങനെ ക്രിക്കറ്റൊക്കെ കാണാറുണ്ട്. കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. സമയമായിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇറങ്ങി വന്ന് കാണാറുണ്ട്. എനിക്ക് ഇവിടെ തിരക്കുകളുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പിള്ളേരോട് വൈകുന്നേരം ഫുട്ബോൾ കളിക്കാനൊക്കെ ഇറങ്ങിയത്. എനിക്ക് സ്പോർട്ട് എന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അത്രമാത്രത്തോളം പ്രിയപ്പെട്ട ഒരു ഇടമാണ് സ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള അവസരമാണ്. നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഒരുപാട് കുട്ടികളാണെങ്കിലും കളിയുണ്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫോണിലാണ് ഇന്ന് കൂടുതലും കളിച്ചുകൊണ്ടിരിക്കുന്നത്. കളിക്കളത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടുവാനും നമ്മൾ ഏറ്റവും നോക്കിയറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് സൗഹൃദം സ്ഥാപിക്കാൻ പറ്റുന്നത് സ്പോർട്ടിലാണ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഞാനെങ്ങനെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സൗഹൃദം ഞാൻ സ്ഥാപിച്ചിരിക്കുന്നത് കോർട്ടിലാണ്. കാരണം കോർട്ടിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നോ അല്ലെങ്കിൽ കളിയെ എത്രത്തോളം സ്നേഹിക്കുന്നു, അപ്പോൾ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ ഒരുപാട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സെമിനാരിയിലാണെങ്കിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ദിവസത്തെ ക്ലാസ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം അതിലും പഠിച്ചെടുക്കാം ബുക്ക് നോക്കി. പക്ഷെ ഒരു ദിവസം കളി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതാണ്. ആ ദിവസം പിന്നെ നമുക്ക് ഇനി ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും കളിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രത്യേകം നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് കാണിച്ചതിന്. നിങ്ങൾ ഒരുപാട് പേരിവിടെ കളിക്കുന്നുണ്ട് ഇഷ്ടംപോലെ, അതെനിക്ക് കണ്ട് ഞാൻ ആസ്വദിക്കാറുണ്ട്. നിങ്ങൾ തുടങ്ങി ഇത് നന്നായി വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. നിങ്ങളുടെ പേര് പോലെ തന്നെ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം, നല്ല വിജയത്തിലേക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. നിങ്ങൾ ഒരുപാട് പേര് ഇതിനകത്ത് നിങ്ങൾക്ക് വാർത്തെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിനൊരു നേതൃത്വം കൊടുത്താൽ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടെ കായിക പ്രേമികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പിന്നെ ഈ ഒരു സംരംഭത്തിന് വേണ്ടി മാക്സിമം എഫേർട്ടെടുത്ത ലക്ഷ്യ ക്ലബിനും പിന്നെ അതിനുവേണ്ടി സ്പോൺസർ ചെയ്ത എല്ലാവർക്കും എൻ്റെ നടക്കും. പിന്നെ യുണൈറ്റഡ് ക്രിക്കറ്റ് ക്ലബിന് വേണ്ടി ഞാൻ ആശംസിക്കുന്നു. ക്ഷണിക്കുക എന്നുള്ളതാണ്. എന്നാൽ പോലും ഇതിനെടുത്തിട്ടുള്ള ലക്ഷ്യ ടീമിൻ്റെ ഒരു എഫേർട്ട് എടുത്ത് പറയാതെ വയ്യ. അപ്പോൾ ആശംസ പറഞ്ഞു അധ്യക്ഷ പ്രസംഗത്തിൽ എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ്. അതിനുവേണ്ടി അവരൊരു ചെങ്ങാലൂർ പ്രീമിയർ ലീഗ് നടത്തിയും അതിൽ നിന്നും
ഒരു ഫണ്ട് റേസ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ട് ഈ ഒരു വെയിലുള്ള ഒരു സമയത്തും ഇവരുടെ ടീം മൊത്തത്തിൽ നിന്നുകൊണ്ട് ഇതിന്റെ പണികൾ എനിക്ക് തോന്നുന്നു പകുതിയിലധികം ഇവർ തന്നെയാണ്, ഇവരുടെ ഓരോരോ മെമ്പേഴ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതും ഒരു വേതനത്തിന് വേണ്ടിയൊന്നല്ല, അവർ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. അവരുടെ ഒരു കായികപരമായിട്ടുള്ള അധ്വാനം അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭാഗത്തിന് വേണ്ടി അവർ മാറ്റി വെച്ചിട്ടുണ്ട്. സോ അവർക്ക് ആദ്യത്തെ ആ ഒരു ക്ലാപ്പ് നമുക്ക് അവർക്കായിട്ട് തന്നെ കൊടുക്കാം, ലക്ഷ്യ ടീമിന് വേണ്ടി. നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ക്ലബ് സെക്രട്ടറി ആയിട്ടുള്ള രാഹുൽ രാമനെ സ്വാഗതം ചെയ്തു. നന്ദി പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ തുടങ്ങുന്നത് അറിയില്ല. അത് മാത്രം അതേപോലെ നമുക്ക് നന്ദി പറയാനുണ്ട്. അതിൽ തന്നെ നമുക്ക് നന്ദി പറയാനുള്ളത് ഒരു ആശയം വന്നപ്പോൾ അത് പള്ളിയിൽ അറിയിച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടി നമുക്ക് ഒരു അനുവാദം നൽകി. അത് തന്നെയാണ് മെയിനായിട്ട് ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ എനിക്കൊരു കിട്ടിയൊരു സപ്പോർട്ട്. അത് കിട്ടിയപ്പോൾ നല്ല പോസിറ്റീവായി. നമ്മൾ അതൊരു നല്ലൊരു പ്രീമിയർ ലീഗ് നടത്താനും അതിൽ നിന്നൊരു ഫണ്ട് സ്വരൂപിക്കാനും അങ്ങനെ നമുക്കൊരു ബേസ് കിട്ടി. അപ്പോൾ ഇതിന് അനുവാദം തന്ന നമ്മുടെ സ്കൂൾ PTA-യോടും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിനോടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താനുള്ളത് ഞങ്ങളുടെ സ്പോൺസേഴ്സിനാണ്. ഞങ്ങളുടെ പ്രീമിയർ ലീഗ് നടത്തിയപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് സ്പോൺസർ തന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രവാസിയായിട്ടുള്ള ഞങ്ങൾക്ക് കുറച്ച് ചേട്ടന്മാരുണ്ട്. ആ ചേട്ടന്മാരാണ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത്. ആ ചേട്ടന്മാർക്കും ഞങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താനുള്ളത് ഇപ്പം ഇതിൽ വന്നിട്ടുള്ള ഓരോ വർക്കിനും അവർ വലിയൊരു ലാഭം ആയിട്ടൊന്നും കണ്ടിട്ടില്ല. എല്ലാത്തിനും ഒരു തുച്ഛമായിട്ടുള്ളൊരു തുക മാത്രം കിട്ടിയിട്ടാണ് ഇവിടെ JCB ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇതിനുള്ള ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇതിനും അവരൊരു തുച്ഛമായിട്ടുള്ളൊരു തുക മാത്രം എടുത്തിട്ടാണ് നമുക്ക് എല്ലാം സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. അങ്ങനെ ചെയ്തു തന്നിട്ടുള്ളതും പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലബിൻ്റെ മെമ്പറും കൂടി ആയിട്ടുള്ള രതീഷേട്ടൻ ആളുടെ ഫുൾ എഫേർട്ടോടെ എടുത്തിട്ടാണ് നമ്മുടെ ഫ്രെയിം വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തന്നിട്ടുള്ളത്. ക്ലബിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ള വീട്ടുകാർ ചേട്ടൻ്റെ വീട്ടിലാണ് വെള്ളം എടുത്തത്. കറണ്ട് ആ വീട്ടിൽ നിന്ന് നമുക്ക് കറണ്ട് വെള്ളം വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ അടുത്തുള്ള വീട്ടുകാരോടും അതേപോലെ തന്നെ ഇപ്പം ഇന്ന് വന്നിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ഓരോ ക്രിക്കറ്റ് പ്രേമികളോടും നാട്ടുകാരോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വാർത്തകൾ വോളി